അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ മുനീർ CP, സൺ ഓഫ് ബാപ്പുട്ടി, ചന്തപ്പറമ്പിൽ, വാഗേരി. ഇതാണ് എൻ്റെ അഡ്രസ്സ്. കഴിഞ്ഞ ദിവസം വാഗേരി ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമിയിലുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാട്ടുകാരും സുഹൃത്തുക്കളുമായ നിങ്ങളുടെ മുമ്പിൽ ബോധിപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൻ്റെ ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനവിടെ പോയത് ഒരു മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം സെക്രട്ടറി ആയിട്ടല്ല ഞാനവിടെ പോയിട്ടുള്ളത്. ഞാൻ ഈ സ്ഥാപനം തുടങ്ങുന്ന കാലം ആ സ്ഥാപനത്തിൻ്റെ തുടക്കക്കാരൻ എന്ന നിലയിൽ ഞാനും അവിടുത്തെ പ്രിൻസിപ്പളുമാണ് ആദ്യം ദുബായിൽ ഇതിൻ്റെ പിരിവുമായിട്ട് ബന്ധപ്പെട്ട് പോയത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ സ്ഥാപനവുമായിട്ട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ അവിടെ വരുന്ന പല രക്ഷാകർത്താക്കൾക്കും അവിടുത്തെ ഉസ്താദുമാർക്കൊക്കെ എന്നെ അറിയാം. ഞാൻ അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു എന്ന തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അവിടെ ഇപ്പോൾ ഉണ്ടായ ഈ സംഭവം എന്ന് പറയുന്നത്, ഞാൻ അവിടെ കുറേ സാധനങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ ബത്തേരിയിലെ ഒരു പ്രമുഖ സ്ഥാപനത്തിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുകയും ആ സ്ഥാപനം കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ ആ സാധനങ്ങൾ തിരിച്ചെടുക്കാൻ ആ സ്ഥാപന ഉടമയോട് കോളേജ് മാനേജ്മെൻറ്റ് കമ്മിറ്റി പറയുകയും ചെയ്തപ്പോൾ ആ സാധനം എടുക്കാൻ ആ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്നു. ആ സാധനങ്ങൾ അവിടുന്ന് റിട്ടേൺ എടുക്കുന്നൊരവസ്ഥയുണ്ടായി. ആ സമയത്ത് അതിൻ്റെ എടുത്ത ആളുകൾ എന്നോട് പറഞ്ഞു, അവിടെ കുറച്ച് സാധനങ്ങൾ, ഇങ്ങനെ അരി അടക്കമുള്ള സാധനങ്ങൾ നാശമായിട്ട് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലക്ക് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ അവിടുത്തെ മാനേജർ നൗഷാദ് ഉസ്താദിനെ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല. 10:13 ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളെയും കൂട്ടി ആ സാധനം കാണാൻ ഞാൻ പോയി. ആ സാധനങ്ങൾ എൻ്റെ വീഡിയോയിൽ, മൊബൈലിൽ ഞാൻ പകർത്തുകയാണ് ഉണ്ടായത്. അവിടെ ഏകദേശം 10-12 യാക്ക് അരി പൂത്ത് കിടക്കുന്നതായിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ആ വിവരം ഞാൻ ആ സ്ഥാപന ഉടമയോട് പറഞ്ഞു. ഈ അരി നിങ്ങൾ എങ്ങനെയെങ്കിലും എടുത്ത് അത് നശിപ്പിച്ച് കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് എടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അത് ആ വീഡിയോയിൽ, ഞാൻ എടുത്ത വീഡിയോയിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. ഞാൻ ആ വീഡിയോ എടുത്തതിൻ്റെ പേരിൽ എന്നെ ഏതെങ്കിലും രീതിയിൽ എന്നെ മോശമാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ അവിടെ ഒരു 10-15 അട്ടി വിറക് ഞാൻ അവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ആ വിറകിൻ്റെ പൈസ പല പ്രാവശ്യം ചോദിച്ചപ്പോഴും ഇപ്പോൾ സ്ഥാപനം പൂട്ടിക്കിടക്കുകയാണ്, പൈസയൊന്നും ഇല്ല എന്നുള്ള മറുപടിയാണ് AK മുഹമ്മദ് ആരിമി എന്ന അവിടുത്തെ സെക്രട്ടറി പറഞ്ഞത്. എൻ്റെ നാട്ടിലുള്ളൊരു സ്ഥാപനമായതുകൊണ്ട് ഞാൻ അതിന് കൂടുതൽ വാശി പിടിക്കാനൊന്നും ഞാൻ പോയില്ല. അദ്ദേഹം തരുമ്പോൾ തരട്ടെ എന്നുള്ള ലക്ഷ്യത്തിൽ ഞാൻ അവിടെ നിന്നു. പല ബുദ്ധിമുട്ടുള്ള സമയത്തും ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. ആ സമയത്താണ് എൻ്റെ ഈ വീഡിയോ, ഞാൻ ഈ അരിൻ്റെ വീഡിയോ പുറത്തിറക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ 30-ാം തീയതി ഞാൻ വാഗേരിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ജിദ്ദയിൽ നിന്ന് എനിക്കൊരു ടൈപ്പ് ചെയ്തൊരു മെസ്സേജ് എനിക്ക് വിട്ടുതന്നു. ജിദ്ദ കമ്മിറ്റിയിൽ ഈ മെസ്സേജ് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതായത് ഞാൻ വിറകിൻ്റെ ലാഭവിഹിതം കൈപ്പറ്റിയ ആളാണ്, ഇവർ കോളേജിനെ നശിപ്പിക്കുന്ന ആളാണ് എന്നുള്ള രീതിയിലൊരു ടൈപ്പ് മെസ്സേജ് അവിടെയൊക്കെ കറങ്ങുന്നുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ച് എനിക്ക് ഫോർവേഡ് ചെയ്തിരുന്നു. ഞാൻ ഈ വിവരം കേട്ടപ്പോൾ തന്നെ ആദ്യം എൻ്റെ നാട്ടിലുള്ള ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന വ്യക്തി എന്നുള്ള നിലയിൽ നൗഫൽ മാഷിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. ഏകദേശം ഒരു 4:30-5 മണിയോടടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നത്. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, നൗഫൽ മാഷെ, ഇതാരാണ് ഈ രീതിയിൽ എഴുതി വിട്ടത്? എനിക്ക് എൻ്റെ വിറകിൻ്റെ പൈസ പോലും തരാതെ ഞാൻ എൻ്റെ മുതലിന് കമ്മീഷൻ വാങ്ങി എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാനല്ല മുനീർക്ക എഴുതിയത്, ഞാനിതിനെപ്പറ്റി അറിയില്ല. ഞാൻ പറഞ്ഞു, എഴുതിയത് ആരായാലും അവരെ ഞാൻ വിടൂല എന്നും പറഞ്ഞു. തിരിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ കോളേജിൽ വന്നു. മുഹമ്മദ് ആരിമിനെ കാണാൻ വേണ്ടിയാണ് വന്നത്. അവിടെ വന്നപ്പോൾ അതിൻ്റെ മാനേജർ നൗഷാദ് ഉസ്താദും അവിടുത്തെ ഡ്രൈവർ ഗഫൂറും അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന ജാഫർ ദാരിമി അതിൻ്റെ വാതുക്കൽ നിൽക്കുന്നുണ്ട്. ഞാൻ അവിടേക്ക് കയറി ചെന്ന് ഞാൻ ചോദിച്ചു, ഇതാരാണ് ഈ പണി ചെയ്തത്? നിങ്ങളറിയാതെ ഇവിടുന്ന് പുറത്തു പോകില്ല. ഞാൻ എടുത്ത വീഡിയോ അല്ല ഈ ഗൾഫ് നാടുകളിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കിതിൻ്റെ സത്യം അറിയണം. എൻ്റെ പൈസ തരാതെ എന്നെ ഈ രീതിയിൽ അവഹേളിച്ചത് എനിക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്ന് അവിടുന്ന് സംസാരിച്ച സമയത്ത് ജാഫർ ദാരിമി ചോദിച്ചു, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ കയറി വന്നത്? അതിന് ഞാനും അദ്ദേഹം തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായി. ഈ വാക്കുതർക്കത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ആ വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അദ്ദേഹം എന്നോട് ഞാനും അദ്ദേഹം തമ്മിലുള്ള തർക്കത്തിൻ്റെ ഇടയിൽ അദ്ദേഹം എൻ്റെ വീഡിയോ പകർത്തുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എന്നോട് ചോദിക്കാതെ
എന്തിനാണ് നിങ്ങൾ എൻ്റെ വീഡിയോ പകർത്തിയത് എന്ന് ചോദിച്ച് ഞാൻ അദ്ദേഹത്തെ ആ മൊബൈൽ തട്ടുന്ന രംഗമാണ്, ആ കൈകൊണ്ട് വീശുന്ന രംഗമാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. സത്യത്തിൽ അയാളെ രോമത്തുമ പോലും ഞാൻ തൊട്ടിട്ടില്ല. ആ മൊബൈൽ അടിച്ച സ്ഥിതിക്ക് ആ മൊബൈൽ അവിടെ വീണു. ആ മൊബൈൽ ഞാൻ ഇറങ്ങിയെടുത്ത് എൻ്റെ കയ്യിൽ വെച്ചു. നടക്ക്, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഇത് തീരുമാനിക്കാം എന്ന് അദ്ദേഹത്തോട് പറയുകയും ആ സമയത്ത് മാനേജർ നിങ്ങളതൊരു വിഷയം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് മൊബൈൽ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആ മൊബൈൽ ജാഫർ ദാരിമിക്ക് തിരിച്ചും കൊടുത്തു. അവിടെ നിന്ന് എൻ്റെ സുഹൃത്ത് അബൂബക്കർ വന്നിട്ട് അബൂബക്കറും അതിലിടപെട്ടുകൊണ്ട് സംസാരിച്ചു. അത് നിങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിക്കുമ്പോൾ പിന്നെ ഒരു വീഡിയോത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കൃത്യമായിട്ടൊരു കാരണം ജാഫർ ദാരിമിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് അദ്ദേഹം ഞാനവിടെ സംസാരിക്കാൻ വന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങി എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഫോണിൽ വിളിക്കുകയും അദ്ദേഹം പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വീഡിയോ പിടിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ആ വീഡിയോ പിടിക്കുന്നത് കൊണ്ട് ഇവരാണ് ഈ സ്ഥാപനത്തെ തകർക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ എടുത്തിടാനാണ് എൻ്റെ വീഡിയോ പകർത്തുന്നത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ആ മൊബൈൽ തട്ടുന്നത്. ആ മൊബൈൽ തട്ടുന്ന രംഗമാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. അത് നിലത്ത് വീണു. ആ മൊബൈൽ എടുത്ത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ അവിടെ ഞങ്ങളൊരു 5 മിനിറ്റ് വീണ്ടും ചെലവഴിച്ച ശേഷം അദ്ദേഹം സ്കൂട്ടി എടുത്ത് അദ്ദേഹവും പോണു. ഞാൻ തൊട്ടടുത്തുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന ആളെ സുഖമില്ലാതെ കിടക്കേണ്ട അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ കാണാനും കയറി. അങ്ങനെ നല്ല നിലക്കാണ് അവിടുന്ന് പിരിഞ്ഞു പോയത്. സത്യത്തിൽ അയാളെ ഒരു രോമത്ത് പോലും ഞാൻ തൊട്ടിട്ടില്ല. എന്നാൽ എന്നെയും പിന്നെ തേജോവധം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ പേര് പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തെ ഇവരാണ് ഇല്ലാതാക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനുമാണ് ഈ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ സംസാരം കേൾക്കുന്ന മുഴുവൻ ആളുകളും എന്നെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം, എൻ്റെ നാട്ടിൽ നിങ്ങൾക്ക് വരാം, എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനും കഴിയും. അതല്ലാതെ ഇതേപോലുള്ള നുണകൾ പറഞ്ഞ് നിങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ ആഖിറത്തിൽ നിങ്ങളാരും രക്ഷപ്പെടുന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ അദ്ദേഹത്തിൻ്റെ രോമത്ത് മുമ്പിൽ തൊട്ടിട്ടില്ല. ഇനി അദ്ദേഹത്തെ തല്ലി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പരാതി കൊടുത്തിട്ടുള്ളത്. ഞാനൊരു ലീഗുകാരൻ തല്ലി എന്നുള്ളതാണ്. ഞാൻ ലീഗുകാരനായിട്ടല്ല അവിടെ പോയത്. അതുകൊണ്ട് ഇതിൻ്റെ സത്യം നിങ്ങളൊക്കെ മനസ്സിലാക്കണം. നിങ്ങൾക്കാർക്കും ഏത് സമയത്തും എന്നെ സമീപിക്കാം, എന്നെ വിളിക്കാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളിതിൻ്റെ സത്യം മനസ്സിലാക്കണമെന്ന് മാത്രം ഞാൻ ആവശ്യപ്പെടുകയാണ്.